എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആ വയനാട് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് കുറച്ച് ലേറ്റായി, കാരണം ഒത്തിരി തിരക്കായിപ്പോയി, നോമ്പല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇതിലിട്ടിരിക്കുന്ന ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ബാഗ് അടക്കമുള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിയതാണ്. ഇപ്പോൾ ഒരു ഓഫറും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ 900 കണ്ട് എക്കോ റിസോർട്ടിൽ നേരെ നമ്മുടെ കളക്ടർ രേണുക മാഡത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് കണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ട്രക്കിംഗ് 20 മിനിറ്റ് ജീപ്പിലൂടെ 20 മിനിറ്റ് യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് 900 കണ്ട് റിസോർട്ടിലേക്ക് എത്താൻ. വളരെ മനോഹരമായ ഒരു വഴിയിലൂടെയാണ് കേട്ടോ ഈ യാത്ര നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ വയനാട് കളക്ടറേറ്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ കളക്ടർ മാഡം രേണുകയെ കാണാനാണ് കേട്ടോ. ചെറിയൊരു രേണുരാജ് ഓക്കെ, രേണുരാജ് മാഡത്തിനെ കാണാൻ വേണ്ടിയാണ് പോണത്. വിമൻസ് ഡേയോട് അനുബന്ധിച്ചാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഒക്കേഷൻ കിട്ടിയിട്ടുള്ളത്. വിമൻ യൂട്യൂബേഴ്സ് ആണ്, അവർക്ക് വനിതയായിട്ട് തന്നെയുള്ള ഒരു കളക്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഈ വനിതാ ദിനത്തിൽ വനിതയായ കളക്ടർക്ക് വനിതകളായ യൂട്യൂബേഴ്സിന്റെ അടുത്ത് എന്താണ് സംസാരിക്കാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവരും ഒന്ന് പേരും സ്ഥലവും പറയുകയാണെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും സ്പെസിഫിക് ഏരിയ ഉണ്ടെങ്കിൽ അതും കൂടി. എൻസൈക്ലോപീഡിയയിൽ ക്യൂറേറ്റ് ചെയ്യുന്നുണ്ട്. കഥയും കവിത എഴുതാറുണ്ട്. അങ്ങനത്തെ ഒരു ചാനലും ഉണ്ട്. എന്റെ റഹിമ എന്നാണ്, ആലുവയിൽ നിന്ന് വരുന്നത്. ഞാൻ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരാളാണ്. റഹിമാസ് വേൾഡ് എന്ന ചാനലിന്റെ പേര്. ബിസിനസ്സായിട്ട് പോകും. അങ്ങനെ മേഡത്തിനായിട്ടുള്ള സംസാരവും ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് ചട്ടിയും ചോറും റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. കൂടെ നമ്മുടെ കൽപ്പറ്റ MLA ആയ സിദ്ദീഖ് സാറ് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അതായത് ഫുഡ് വിത്ത് MLA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. ഇദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡ്വക്കേറ്റ് കൂടിയാണ് കേട്ടോ. വളരെ നല്ലൊരു മനുഷ്യൻ, നല്ല സ്വഭാവത്തോടും കൂടി ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തങ്ങളായ നല്ല രുചികളിലുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. പ്രത്യേകിച്ചും ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പ്രിയ സ്നേഹിതൻ ശ്രീ ഷിബു രാവിലെ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് വനിതാ ദിനത്തിൽ അങ്ങനെ MLA ആയിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫുഡ് എത്തി. ഫുഡിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. നല്ല വാഴയിലേക്ക് ഇതുപോലെ വിരിച്ചിട്ട് നമ്മൾ പുട്ട് കുത്തുന്ന പുട്ടുകണയിൽ റൈസ് ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, പുട്ടുകുറ്റിയുടെ ചില്ലാണ്. അപ്പോൾ ഇതിലൊരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഈ നോമ്പ് സമയത്ത് ഒരു വീഡിയോ ചെയ്യുന്നതിൽ എനിക്കിത്തിരി വിഷമമുണ്ട്. എന്നാലും കുറേ ദിവസമായില്ലേ ഈ ഒരു വീഡിയോ ഇങ്ങനെ കിടക്കുന്നത്, അതുകൊണ്ടിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. ഈ വീഡിയോ വീണ്ടും കാണുമ്പോൾ നോമ്പ് പിടിച്ചുകൊണ്ട് അതിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട് മക്കളെ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതുവഴി പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ കയറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ ഐറ്റംസ് ആണുള്ളത്, അതിൻ്റെ രുചി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വിശദീകരിച്ച് ചെറിയൊരു രീതിയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. വിവിധ മേഖലകൾ പിന്നെ അതുപോലെ ചിക്കൻ, ഞണ്ട്, ചെമ്മീൻ, മാംഗോ കറിയാണ്. മാംഗോ കറിയാണ്. അത് ഞാൻ ഉണ്ടാക്കിയത്. കൊള്ളായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.
നല്ല ഫുഡ് ആര് തന്നാലും അഭിനന്ദിക്കാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷെഫിനെ കണ്ടൊരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ചട്ടിയും ചോറും മറക്കരുത്, കൽപ്പറ്റയാണ് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ നന്ദി പറയുന്നു. താങ്ക്